ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ അടുത്ത സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സെഗ്മെൻറ്റിൽ നമ്മൾ ഗെമറ്റോജെനിസിസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗെമറ്റോജെനിസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് ഗെമറ്റ്. അതിൽ രണ്ട് കോൺസെപ്റ്റ് ഉണ്ട്. ഒന്നാമത്തേത് സ്പെർമാറ്റോജെനിസിസ്, ഇനി ഒന്ന് oogenesis. നമുക്ക് ആദ്യം സ്പെർമാറ്റോജെനിസിസ് ഡിസ്കസ് ചെയ്യാം. സ്പെർമാറ്റോജെനിസിസ്, ജെനസിസ് മീൻസ് ഫോർമേഷൻ, സ്പെർമാറ്റോജെനിസിസ് മീൻസ് formation of sperm. Formation of sperm occurs at puberty. സ്പെർമാറ്റോജെനിസിസിൽ പ്രധാനമായിട്ടും രണ്ട് ഇവൻ്റ് ആണുള്ളത്. ഒന്ന്, അത് പ്യൂബർട്ടിയോട് കൂടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിലിൽ സ്പേമിൻ്റെ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബർട്ടിയോട് കൂടിയാണ്. ഇനി ആ സ്പെർമാറ്റോജെനിസിസിൽ രണ്ട് ഇവൻ്റ് ഉണ്ട്. ഒന്നാമത്തെ ഇവൻ്റ് formation of spermatid. Spermatid ഫോം ചെയ്യും. ഈ സ്പെർമാറ്റിഡ് ഫോം ചെയ്യുന്നത് മൂന്ന് ഫേസിലൂടെയാണ്. ഒന്നാമത്തെ ഫേസ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ്. രണ്ടാമത്തേത് ഗ്രോത്ത് ഫേസ്. മൂന്നാമത്തേത് മെച്ചുറേഷൻ ഫേസ്. So spermatogenesis occurs at puberty. First, formation of spermatid, which includes multiplication phase, growth phase, maturation phase. ഇനി രണ്ടാമത്തെ ഇവന്റ് സ്പെർമിയോജെനിസിസ്. Spermiogenesis means conversion of spermatid to sperm. So these are the events on spermatogenesis. Okay, spermatogenesis means formation of sperm. അപ്പോൾ നമ്മൾ ടെസ്റ്റിസിനകത്തുള്ള സ്ട്രക്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ടെസ്റ്റിസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് ഉണ്ട്. ആ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് 1 to 3 ഹൈലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ആ സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ ലൈൻ ചെയ്തുകൊണ്ട് പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, മെയിൽ ജെം സെൽസ് ആയിട്ടുള്ള സ്പെർമാറ്റോഗോണി ഉണ്ട്, രണ്ടാമതായിട്ട് സെർട്ടോളി സെൽസ് ഉണ്ട്. നമുക്ക് മെയിൽ ജെം സെൽസ് ആയ സ്പെർമാറ്റോഗോണി എടുക്കാം. അപ്പോൾ നമ്മൾ ദീസ് ആർ ദ സെൽസ് ഇൻസൈഡ് ദി സെമിനിഫറസ് ട്യൂബിൾസ്. സെമിനിഫറസ് ട്യൂബിൾസിനകത്ത് കാണുന്ന ക്യൂബോയിഡൽ സെൽസ് ആണ് ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉള്ളത്. ഓക്കെ, ഇതിൽ ഒരു സെല്ലിന് നമ്മൾ എൻലാർജ് ചെയ്ത് വരക്കണു. ദിസ് ഈസ് ദി സ്പെർമാറ്റോഗോണിയം. അപ്പോൾ പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ ഇമ്മച്ചുറായ ഈ മെയിൽ ജേം സെൽസ്, ഈ സ്പെർമാറ്റോഗോണിയം അല്ലെ, ഇമ്മച്ചുറായ മെയിൽ ജേം സെൽസ് പ്യൂബർട്ടിയോട് കൂടിയിട്ട് ദേ അണ്ടർഗോ റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻ. And we get so many spermatocytes. Okay, spermatocyte റിപ്പീറ്റഡ് ആയിട്ട് മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമാകുന്നു. ഇതാണ് സ്പെർമാറ്റോഗോണിയം. ഈ സ്പെർമാറ്റോഗോണിയം ക്രോമസോം നമ്പർ 46 ആണ്, 2n കണ്ടീഷനാണ്, ഡിപ്ലോയിഡാണ്. നടക്കുന്നത് മൈറ്റോസിസ് ആണല്ലോ, ഇക്വേഷണൽ ഡിവിഷനാണ്, മൈറ്റോസിസാണ്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ അവിടെ ഡിഫറൻഷിയേഷനാണ് നടക്കുന്നത്. അപ്പോൾ ആ ഡിഫറൻഷിയേഷനിലൂടെ സ്പെർമാറ്റോഗോണിയത്തിൽ നിന്ന് സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാവാം. ഈ ഒരു ഫേസിനെയാണ് നമ്മൾ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഈസ് കൺസിഡർഡ് ആസ് ദ ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിന് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. അതോടൊപ്പം തന്നെ ഇതിനെ പറയാൻ പറ്റിയ മറ്റൊരു കൺസെപ്റ്റ് ആണ്, ദിസ് ഈസ് കൺസിഡർഡ് ആസ് ദ സ്പെർമാറ്റോസൈറ്റോജെനസിസ്.
cytogenesis. Okay, spermatogenesis, cytogenesis means from here onwards we get primary spermatocyte and secondary spermatocyte. Okay, so this is the germinal epithelial cells, and here the male germ cells, that is spermatogonium, and that undergo repeated mitosis. We get diploid cells. We get number of diploid cells, and all these are equal cells. Equal cells. Okay, ഇവിടെ നടക്കുന്ന ക്ലീവേജ് ഈക്വൽ ആണ്, ഡിസ്കണ്ടിന്യൂസ് അല്ല, കണ്ടിന്യൂസ് ആയിട്ടാണ്, ഒരു ഈക്വൽ ആയിട്ടാണ് നമുക്ക് സെൽസ് കിട്ടുന്നത്. ആൻഡ് ദിസ് ഫേസ് ഈസ് കോൾഡ് ആസ് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ആൻഡ് ഫ്രം ഹിയർ ഓൺവേർഡ്സ് we get a new type of cell, that is spermatocyte. That's why we call this is known as spermatocytogenesis. Spermatocytogenesis. Now ഇവിടെ നമുക്ക് ഈ സെൽസുകൾ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പ് സ്പെർമാറ്റോഗോണിയം ആക്കി മാറ്റാം. ഇതിൽ ഒരു വിഭാഗത്തിൽ നമുക്ക് ടൈപ്പ് എ സ്പെർമാറ്റോഗോണിയം എന്നും മറ്റൊന്നിന് നമുക്ക് ടൈപ്പ് ബി സ്പെർമാറ്റോഗോണിയം എന്നും പറയാം. സ്പെർമാറ്റോഗോണിയം റിപ്പീറ്റഡായിട്ട് മൈറ്റോസിസിന് വിധേയമാകുന്നു, എന്നിട്ട് നമുക്ക് നമ്പർ ഓഫ് സ്പെർമാറ്റോഗോണിയംസ് കിട്ടുന്നു. ആ നമ്പർ ഓഫ് സ്പെർമാറ്റോഗോണിയത്തെ രണ്ട് ടൈപ്പാക്കി മാറ്റാം. ഓക്കെ, ഒന്ന് ടൈപ്പ് എ സ്പെർമാറ്റോഗോണിയം എന്ന് വിളിക്കാം, മറ്റൊന്ന് ടൈപ്പ് ബി സ്പെർമാറ്റോഗോണിയം എന്ന് വിളിക്കാം. ഈ ടൈപ്പ് എ സ്പെർമാറ്റോഗോണിയ സ്റ്റെം സെൽസ് ആയിട്ട് നിൽക്കും. ടൈപ്പ് എ സ്പെർമാറ്റോഗോണിയാസ് സ്റ്റെം സെൽസ് ആയിട്ട് നിൽക്കുന്നു. ദാറ്റ് മീൻസ് അതിൽ നിന്ന് മോർ ആൻഡ് മോർ സ്പേംസ് ഉണ്ടാകുന്നു. അടുത്ത സൈക്കിളുകളിൽ മോർ ആൻഡ് മോർ സ്പേംസ് ഉണ്ടാകുന്നു. അപ്പോൾ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെം സെൽസ് ആയിട്ട്, ബേസിക് സെൽസ് ആയിട്ട് ടൈപ്പ് എ സ്പെർമാറ്റോഗോണിയം മാറുന്നു. അത് സ്റ്റെം സെൽ ലീനിയേജിലേക്ക് മാറും. ഇനി മറ്റൊന്നാണ് ടൈപ്പ് ബി സ്പെർമാറ്റോഗോണിയ. ഈ ടൈപ്പ് ബി സ്പെർമാറ്റോഗോണിയം എന്ത് ചെയ്യുന്നു? അതിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്നു. ടൈപ്പ് ബി സ്പെർമാറ്റോഗോണിയം അതിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ സൈസ് എൻലാർജ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ വേർഡ് യൂസ് ചെയ്തത് സ്പെർമാറ്റോസൈറ്റോജെനസിസ്, സ്പെർമാറ്റോസൈറ്റുകളുടെ ഫോർമേഷൻ. ഓക്കെ, ഡിഫറൻഷിയേഷൻ എന്നുള്ള വേർഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു കാരണം അതാണ്. അപ്പോൾ ടൈപ്പ് എ സ്പെർമാറ്റോഗോണിയം ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലൊരു ഗ്രൂപ്പ് ഓഫ് സെൽസിനെ ടൈപ്പ് എ സ്പെർമാറ്റോഗോണിയമാക്കി മാറ്റുന്നു, അത് സ്റ്റെം സെൽ ലീനിയേജിലേക്ക് വഴിമാറി കൊടുക്കുന്നു. ആ ടൈപ്പ് ബി സ്പെർമാറ്റോഗോണിയ അത് ആ സെല്ല്, സപ്പോസ് ദിസ് സെൽ, അത് ന്യൂട്രിയൻസിനെ അധികം എടുത്തുകൊണ്ട് അതിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? എൻലാർജ് ചെയ്യുന്നു. ആ ന്യൂട്രിയൻസിനെ അധികം എടുത്തുകൊണ്ട് അത് സൈസ് എൻലാർജ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൺ ഫേസ് ഓഫ് ഗ്രോത്ത്. ഫേസ് ഓഫ് ഗ്രോത്ത്. അവിടെ ക്രോമസോം നമ്പറിൽ മാറ്റൊന്നുമില്ല, 2n കണ്ടീഷൻ തന്നെയാണ്, ഡിപ്ലോയിഡ് ആണ്. ഓക്കെ, 2n കണ്ടീഷനാണ്, ഡിപ്ലോയിഡ് ആണ്, ക്രോമസോം നമ്പർ 46 ആണ്, മാറ്റമൊന്നുമില്ല. അപ്പോൾ സൈസ് എൻലാർജ് ചെയ്ത സൈറ്റോപ്ലാസം എൻലാർജ് ചെയ്ത സൈസ് എൻലാർജ് ചെയ്ത ആ ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. സൈസ് എൻലാർജ് ചെയ്ത സെല്ലിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഇറ്റ് ഈസ് 2n കണ്ടീഷൻ, ഇറ്റ് ഈസ് 46. And what we call it is primary spermatocyte. And this primary spermatocyte is ready for meiosis. This primary spermatocyte is ready for meiosis. That means your meiosis 1. First meiosis. മിയോസിസിൻ്റെ സബ്സ്റ്റേജുകളുണ്ടല്ലോ, പ്രൊഫേസ് ഉണ്ട്. ആ പ്രൊഫേസിൽ തന്നെ ഒരുപാട് സബ്സ്റ്റേജ് ഉണ്ട്. ലെപ്റ്റോട്ടീന്, സൈഗോട്ടീന്, പാക്കേറ്റീന്, ഡിപ്ലോട്ടീന്, ഡയാകെനിസിസ്, ദെൻ പ്രൊഫേസ്, അനാഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, മിയോസിസ് 2 നടക്കാണ്ട്. സോ മിയോസിസ് 1 കംപ്ലീറ്റ് ആകുമ്പോൾ ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ദാറ്റ് ഈസ് റെഡി ഫോർ മിയോസിസ് 1. ഓക്കെ, ആ മിയോസിസ് 1 കംപ്ലീറ്റ് ആകുമ്പോൾ വി ഗെറ്റ് 2 equal cells. We get 2 equal cells. And that cells are called secondary spermatocytes. Meiosis 1 അല്ലേ? മിയോസിസിന്റെ പ്രത്യേകത എന്താ? മിയോസിസ് റിഡക്ഷൻ ഡിവിഷൻ ആണ്. Then the chromosome number is reduced into n condition, that is haploid. Chromosome number is reduced into 23. Secondary spermatocyte. And this, from one primary spermatocyte we get 2 secondary spermatocyte.
From one primary spermatocyte, we get 2 secondary spermatocyte. And this secondary spermatocyte, this 2 secondary spermatocyte, ഈ 2 secondary spermatocyte second meiosis-ന് വിധേയമാകുന്നു. Meiosis 2. Meiosis 2. Meiosis 2-ന് പ്രത്യേകത അറിയാലോ. Prophase 2, metaphase 2, anaphase 2, telophase 2. We get 2 equal cells. We get 2 equal cells, and that cells are called spermatid. That cells are called spermatid. From each secondary spermatocyte, we get 2 spermatid. We get 2 spermatocyte. So this is a primary spermatocyte. This is a primary spermatocyte, and this primary spermatocyte undergo meiosis 1. We get 2 secondary spermatocyte. And these 2 secondary spermatocyte undergo second meiosis. Meiosis എവിടെയും ബ്ലോക്ക് ഒന്നുമില്ല, അറസ്റ്റുകളൊന്നുമില്ല. Meiosis second meiosis വിധേയമാകുന്നു. And we get what? 2 spermatid. We get what? 2 spermatid. Chromosome number N condition ആണ്. Chromosome haploid ആണ്. Chromosome N condition ആണ്. Haploid ആണ്. Okay. And this phase. And finally, this spermatid is converted into. Finally, this spermatid is converted into sperm. Spermatid is converted into sperm. Spermatid sperm ആയിട്ട് മാറുന്നു. Spermatid sperm ആയിട്ട് മാറുന്ന പ്രോസസ് നമ്മൾ എന്താ വിളിക്കുക? Spermiogenesis. Spermatid sperm ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് spermiogenesis. And from here onwards, we can get a phase, and that phase is called a phase of maturation. That phase is called a phase of maturation. So this is about the spermatogenesis. Okay. So spermatogenesis starts at puberty. Puberty എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ മെയിൽ germ cells, okay, germinal epithelial നിന്ന് മെയിൽ germ cells അത് spermatogonium produce ചെയ്യുന്നു. And that spermatogonium undergo repeated mitosis. We get number of spermatogonia. Okay, number of spermatogonia. Okay, mitosis ആണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മറ്റൊരു സ്റ്റേജിലേക്ക് മാറാൻ പോവുകയാണ്. ഡിഫറൻഷിയേഷൻ നടക്കാൻ പോവുകയാണ്. ഓക്കെ, സ്പെർമാറ്റോസൈറ്റുകൾ ഉണ്ടാവാൻ പോവുകയാണ്. ദാറ്റ് വൈ വി കോൾ ദിസ് സ്പെർമാറ്റോസൈറ്റോജനസിസ്. ഈ മൈറ്റോസിസിലൂടെ കിട്ടിയ ഈ സെൽസുകൾ നമുക്ക് 2 ടൈപ്പായിട്ട് മാറ്റാൻ പറ്റും. ടൈപ്പ് എ സ്പെർമാറ്റോഗോണിയം ആൻഡ് ടൈപ്പ് ബി സ്പെർമാറ്റോഗോണിയം. ടൈപ്പ് എ സ്പെർമാറ്റോഗോണിയം is progenitor for the stem cell lineage, or it is for the number of sperm production on the following cycles. And the type B spermatogonium, now this is considered as the type B spermatogonium, and this type B spermatogonium that increases in size, okay, by taking nutrients അധികമായി എടുത്തുകൊണ്ട് ഈ സൈസ് എന്ത് ചെയ്യുന്നു? എൻലാർജ് ചെയ്യുന്നു. അതാണ് ഫേസ് ഓഫ് ഗ്രോത്ത്. അതാണ് ഫേസ് ഓഫ് ഗ്രോത്ത്. ആദ്യത്തേത് ഫേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ രണ്ടാമത്തേത് ഫേസ് ഓഫ് ഗ്രോത്ത് ആണ്. എന്തിനാണ് ഈ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ന്യൂട്രിയൻസിന് അധികം എടുത്തുകൊണ്ട് സൈസ് എൻലാർജ് ചെയ്തത്? ബിക്കോസ് ഇറ്റ് ഈസ് റെഡി ഫോർ മിയോസിസ് 1. It is ready for meiosis 1. Okay, meiosis 1-ന് വിധേയമാകുന്നു. Meiosis 1 റിഡക്ഷൻ ഡിവിഷൻ ആണ്. Meiosis 1 റിഡക്ഷൻ ഡിവിഷൻ ആണ്. ആ റിഡക്ഷൻ ഡിവിഷൻ നടക്കുമ്പോൾ we get 2 equal cells. We get 2 equal cells. 2 equal secondary spermatocytes. 2 equal secondary spermatocytes. Okay, and that secondary spermatocyte undergo second meiosis. That secondary spermatocyte undergo second meiosis. ആ മിയോസിസിന്റെ നേച്ചർ മൈറ്റോസിസ് പോലെ തന്നെയാണ്. We get 4 spermatid. We get 4 spermatid, and finally the spermatid is converted into sperm. Okay, ഈ ഏരിയ നിങ്ങൾ നന്നായിട്ട് ക്ലിയർ ചെയ്യണം. From each primary spermatocyte we get 2 secondary spermatocyte. Okay, from each primary spermatocyte we get 2 secondary spermatocyte. From each secondary spermatocyte we get 2 spermatid. We get 2 spermatid. സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, നീറ്റ് എക്സാം ലെവൽ ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ, 100 സ്പേം കിട്ടാൻ, നമുക്ക് 100 സ്പേം കിട്ടാൻ എത്ര പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വേണം? 100 സ്പേം കിട്ടാൻ എത്ര സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വേണം? നോക്കൂ നിങ്ങൾ, ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് നമുക്ക് 4 സ്പേമിനെ കിട്ടി അല്ലേ? സ്പെർമിയോജനസിസിലൂടെ കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പേം, സ്പെർമാറ്റിഡ് സ്പേമായിട്ട് മാറുന്ന ആ പ്രോസസ്സിലൂടെ
ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് വി ഗെറ്റ് 4 സ്പെം. ഒരു പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് വി ഗെറ്റ് 4 സ്പെം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 25 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് വേണം നമുക്ക് 100 സ്പെം കിട്ടാൻ. അതേസമയം ഒരു സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് നമുക്ക് 2 സ്പെമിന് കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 100 സ്പെമിന് കിട്ടാൻ 50 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് മതി. ആ ഒരു ഏരിയ എൻട്രൻസ് ആസ്പെക്റ്റിൽ നിന്ന് നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, ആൻഡ് വാട്ട് വി മീൻ ബൈ സ്പെർമിയോജനസിസ്? സ്പെർമിയോജനസിസ് മീൻസ് കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പെം. സ്പെർമാറ്റിഡ് ടു സ്പെം. സ്പെർമാറ്റിഡ് സ്പെമായിട്ട് മാറുക എന്നുള്ളത് ഒരു സിമ്പിൾ പ്രോസസ് അല്ല. നമ്മൾ ജസ്റ്റ് പറയുന്നു എന്ന് കരുതിയിട്ട് കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പെം, സ്പെർമാറ്റിഡ് സ്പെമായിട്ട് മാറുന്നു എന്നുള്ളത് ഒരിക്കലും ഒരു സിമ്പിൾ സ്ട്രക്ചർ അല്ല. അത് നമ്മൾ അങ്ങനെയാണ് പറയാം. എന്നാലും അതിൻ്റെ പിന്നിൽ ഒരുപാട് ഇവൻറ്റ് നടക്കുന്നുണ്ട്. അതൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ? സ്പെർമാറ്റിഡ് സ്പെമായിട്ട് മാറുക എന്ന് പറയുമ്പോൾ നോൺ മോട്ടൈലായ സ്പെർമാറ്റിഡ് മോട്ടൈലായ സ്പെം ആവണം അല്ലേ? സ്പെർമാറ്റിഡ് നോൺ മോട്ടൈലാണ്, സ്പെം മോട്ടൈലാണ്. അപ്പം നോൺ മോട്ടൈലായ സ്പെർമാറ്റിഡ് മോട്ടൈലായ സ്പെമായിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ സ്പെമിൻ്റെ ഫോർമേഷനിലേക്ക് മോട്ടൈൽ മൂവ് ചെയ്യുന്നു. അപ്പം നോൺ മോട്ടൈലായ സ്പെർമാറ്റിഡ് മോട്ടൈലായിട്ട് മാറുന്നു. അതുപോലെ തന്നെ സ്പെർമാറ്റിഡിൻ്റെ ന്യൂക്ലിയസ് സ്പെമിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് മാറണം. സ്പെർമാറ്റിഡിൻ്റെ ന്യൂക്ലിയസ് സ്പെമിൻ്റെ ന്യൂക്ലിയസ് ആയിട്ട് മാറണം. ഇനി ആ ന്യൂക്ലിയസിന് എന്ത് ചെയ്യണം? അതിന് കണ്ടൻസേഷൻ നടക്കണം. കണ്ടൻസേഷൻ ആൻഡ് ഇലോങ്ങേഷൻ ഓഫ് ന്യൂക്ലിയസ്. എന്തൊക്കെ പോയിന്റാണ് ഞാൻ പറഞ്ഞത്? ഒന്നാമത്തേത് നോൺ മോട്ടൈലായ സ്പെം, നോൺ മോട്ടൈലായ സ്പെർമാറ്റിഡ് മോട്ടൈലായ സ്പെമായിട്ട് മാറണം. മറ്റൊന്ന് കണ്ടൻസേഷൻ ആൻഡ് ഇലോങ്ങേഷൻ ഓഫ് ന്യൂക്ലിയസ്. കണ്ടൻസേഷൻ ആൻഡ് ഇലോങ്ങേഷൻ ഓഫ് ന്യൂക്ലിയസ്. ഇനി സ്പെർമാറ്റിഡിൻ്റെ മറ്റ് പല സ്ട്രക്ചേഴ്സും സ്പെമിലേക്ക് മാറപ്പെടണം. ഓക്കെ, സെൻട്രിയോള് അത് സ്പെമിലേക്ക് വരണം. സ്പെമിൻ്റെ നെക്കിൽ അത് അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഗോൾജി അപ്പാരറ്റസ് സ്പെമിൻ്റെ ആക്രോസോമായിട്ട് മാറണം. ഗോൾജി അപ്പാരറ്റസ് സ്പെമിൻ്റെ കേസിൽ അക്രോസോമായിട്ട് മാറണം. അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കാം സ്ട്രക്ചർ ഓഫ് സ്പെമിൽ നിന്ന്. അപ്പം ഞാനിവിടെ നിങ്ങളടുത്ത് സൂചിപ്പിക്കുന്നത് സ്പെർമിയോജനസിസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഒരു സിമ്പിൾ കൺസെപ്റ്റ് അല്ല. ഓക്കെ, സ്പെർമാറ്റിഡ് സ്പെമായിട്ട് മാറുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നിൽ ഒരുപാട് ഇവൻസുകൾ നടക്കാനുണ്ട്. അത് പ്രധാനപ്പെട്ട ഇവൻസ് ആണ്. നോൺ മോട്ടൈലായ സ്പെർമാറ്റിഡ് മോട്ടൈലായ സ്പെമായിട്ട് മാറുന്നു. കണ്ടൻസേഷൻ ആൻഡ് ഇലോങ്ങേഷൻ ഓഫ് ദ ന്യൂക്ലിയസ് സംഭവിക്കുന്നു. ഫ്ലജെല്ലം ഡെവലപ്പ് ചെയ്യുന്നു. ഫ്ലജെല്ലേറ്റഡ് ആയിട്ട് മാറുന്നു. ഫ്ലജെല്ലം ഡെവലപ്പ് ചെയ്യുന്നു. ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടെയിൽ എന്ന് പറയുന്ന ഭാഗങ്ങൾ വരുന്നു. സെൻട്രിയോള്, സ്പെർമാറ്റിഡിൻ്റെ സെൻട്രിയോള് സ്പെമിലേക്ക് മാറ്റപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഗോൾജി അപ്പാരറ്റസ് അതിൻ്റെ അക്രോസോമായിട്ട് മാറുന്നു. അങ്ങനെ ഒരുപാട് ഇവൻറ്റുകൾ ചേർന്നതാണ് സ്പെർമിയോജനസിസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് യു മീൻ ബൈ സ്പെർമിയേഷൻ. Spermiation means release of sperm from seminiferous tubules. നോക്കൂ, സെമിനിഫറസ് ട്യൂബിൾസിൽ ജേർമിനൽ എപ്പിത്തീലിയം മാത്രമല്ല, മെയിൽ ജേം സെൽ മാത്രമല്ല, ഒരു സൂപ്പർ സ്റ്റാർ കൂടിയുണ്ട്. അതാരാണ്? സെർട്ടോളി സെൽസ്. And what is the function of these Sertoli cells? Sertoli cells provide nourishment to the developing sperm. Sertoli cells ne വിളിച്ച മറ്റൊരു പേരുണ്ടല്ലോ, നേഴ്സ് സെൽസ് അല്ലേ? അതുപോലെ തന്നെ സെർട്ടോളി സെൽസിനെ നമ്മൾ നേഴ്സ് സെൽസ് എന്നോടൊപ്പം തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഇറ്റ് പ്രൊവൈഡ് നറിഷ്മെൻറ്റ് ടു ദി ഡെവലപ്പിംഗ് സ്പേം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ നറിഷ്മെൻറ്റ് കൊടുത്തിട്ട് ആ സ്പേമിനെ റിലീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെമിനിഫറസ് ട്യൂബിൾസിനകത്തുള്ള സെർട്ടോളി സെൽസ് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ട് സ്പേമിനെ റിലീസ് ചെയ്യുന്ന ആ പ്രോസസ്സ്, അതിനെ പറയുന്ന പേരാണ് സ്പെർമിയേഷൻ. Okay, so what is the difference between spermatogenesis and what is the difference between spermiogenesis and spermiation? Spermiogenesis means conversion of spermatid to sperm, but spermiation means release of sperm from seminiferous tubules. Seminiferous tubules inde testis inde agathu ninnulla nutrients ellam kodutittu sperm endu cheya release cheya. Aa sperm aanu accessory ductilude accessory gland inde secretion vaangittu female reproductive system ekku ettichirunathu.
ഓക്കെ, അപ്പോൾ ഈ ഒരു സെഗ്മെന്റിലൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് വാട്ട് ഈസ് ആക്ച്വലി ദി സ്പെർമാറ്റോജെനസിസ് എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ലീഡ് ചെയ്യേണ്ട ചില വേർഡുകൾ സ്പെർമാറ്റോജെനസിസ്, then spermiogenesis, then spermiation, then spermatocytogenesis. ഈ വേർഡെല്ലാം ക്ലിയർ ചെയ്യണം. ഇതെല്ലാം നിങ്ങൾക്ക് പരസ്പരം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വേർഡുകളാണ്. അപ്പോൾ അതിനെല്ലാം തന്നെ ഡെഫിനിഷൻ കൃത്യമാക്കി വെക്കണം. സ്പെർമാറ്റോജെനസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് സ്പെർം. Spermiogenesis means conversion of spermatid to sperm. Spermiation means release of sperm from seminiferous tubules, I mean the Sertoli cells. Spermatocytogenesis means formation of the primary spermatocyte and also the secondary spermatocyte. ഇനി ഈ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് ഒരു ഷോർട്ട് ഫോം ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം. നോക്കൂ, സ്പെർമാറ്റോജെനസിസ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. അതിൽ പ്രധാനമായിട്ടും രണ്ട് ഇവൻ്റാണുള്ളത്. ഒന്നാമത്തേത് ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്, രണ്ടാമത്തേത് സ്പെർമിയോജെനസിസ്. സ്പെർമാറ്റിഡിൻ്റെ ഫോർമേഷനിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഫേസ്, ഗ്രോത്ത് ഫേസ്, മെച്ചുറേഷൻ ഫേസ്. സ്പെർമിയോജെനസിസ് മീൻസ് കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പെർം. ഓക്കൂ, ഇത് സെമിനിഫറസ് ട്യൂബിൾസിനകത്തുള്ള ജെർമിനൽ എപ്പിത്തീലിയമാണ്. അതിൽ മെയിൽ ജെം സെൽസ് ആണ് spermatogonium that undergo repeated mitosis to form number of spermatogonium, and there are type A and type B spermatogonium, and here we consider type B spermatogonium that enlarges the size. Now there is a new cell is arise, and that is called the primary spermatocyte. Okay, and this primary spermatocytes undergo the first meiosis. It is for phase of growth, and it is ready for first meiosis, and we get 2 secondary spermatocytes. Okay, secondary spermatocyte undergo second meiosis, we get spermatid, and finally spermatid is converted into sperm, and that is known as spermiogenesis. On your entrance examination, you must prepare from each primary spermatocyte we get 2 secondary spermatocytes, and from each secondary spermatocyte we get 2 spermatid and then 2 sperm. Okay, then what do you mean by spermiation? Release of sperm from seminiferous tubules, I mean the Sertoli cells. Spermiogenesis എന്ന് പറയുന്ന പ്രോസസ്സ്, കൺവേർഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പെർം എന്ന് പറയുന്ന പ്രോസസ്സ് സിമ്പിൾ പ്രോസസ്സ് അല്ല. നോൺ മോട്ടൈലായ സ്പെർമാറ്റിഡ് മോട്ടൈലായ സ്പെർമായിട്ട് മാറണം, ഫ്ലജെല്ലം ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ദെൻ ഈ സ്പെർമാറ്റിൻ്റെ സ്ട്രക്ചറെല്ലാം തന്നെ സ്പെർമിലേക്ക് മാറ്റപ്പെടണം. റൗണ്ട് ഷേപ്പിലുള്ള ന്യൂക്ലിയസ് ഇലോങ്ങേറ്റഡ് ആയിട്ട് മാറണം, അത് കണ്ടൻസ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ഗോൾജി അപ്പാരറ്റസിൽ നിന്ന് ആക്രോസോം ഉണ്ടാവണം. സ്പെർമാറ്റിൻ്റെ സെൻട്രിയോള് സ്പെർമിൻ്റെ നെക്കിൽ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യപ്പെടണം. അങ്ങനെ കൃത്യമായിട്ടുള്ള അറേഞ്ച് ചെയ്തെങ്കിൽ മാത്രമേ സ്പെർമിൻ്റെ സ്ട്രക്ചറായിട്ട് അത് മാറുള്ളൂ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് ഈ ഒരു സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളത്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ സ്പെർമാറ്റോജെനസിസിന് ശേഷം ഇനി നമുക്ക് പറയാനുള്ളത് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനസിസ്. നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മറ്റൊരു വെർഷനായിട്ട് അത് സ്പെർമാറ്റോജെനസിസിൽ ആ ഹോർമോൺസൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണതെന്ന് നമുക്ക് പഠിക്കാം. നോക്കൂ, സ്പെർമാറ്റോജെനസിസ് മീൻസ് ഫോർമേഷൻ ഓഫ് സ്പെർം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ഹോർമോൺസ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ GnRH ആണ്. What is the expansion of GnRH? Gonadotropin releasing hormone. Gonadotropin releasing hormone. So gonadotropin releasing hormone is a hormone produced by hypothalamus. Hypothalamus, master's master. Master's master ആയ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് GnRH. ഹൈപ്പോതലാമസ് അതേസമയം തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ആൻഡ് ദാറ്റ് ഹൈപ്പോതലാമസ് ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് 2 types ഓഫ് ഹോർമോൺസ്, RH ആൻഡ് IH അല്ലേ. റിലീസിങ് ഹോർമോണും ഇൻഹിബിറ്റിംഗ് ഹോർമോണും. മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡുകളെ സ്റ്റിമുലേറ്റ് ചെയ്യുക, എസ്പെഷ്യലി ഓൺ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ലേ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളെ വിളിക്കുന്ന പേരാണ് റിലീസിങ് ഹോർമോൺസ്. അതിലൊരാളാണ് GnRH, gonadotropin releasing hormone. So gonadotropin releasing hormone is a hormone produced by hypothalamus.
And this hormone is moved to the anterior lobe of the pituitary gland. ഹൈപ്പോതലാമസിന് ശേഷം നമ്മൾ പഠിക്കുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണല്ലോ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രധാനമായിട്ടും രണ്ട് ഭാഗമുണ്ട്. അതിന് ആൻറ്റീരിയർ ലോബുണ്ട്, പോസ്റ്റീരിയർ ലോബുണ്ട് അല്ലേ. പാർസ് ഡിസ്റ്റാലിസ് ഉണ്ട്, പാർസ് ഇന്റർമീഡിയറ്റ് ഉണ്ട്. സോ ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ആൻറ്റീരിയർ ലോബ് ഓഫ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് ഈ ഹോർമോൺസ് പോയിട്ട് അവിടെ വെച്ചിട്ട് ദിസ് ഹോർമോൺ സ്റ്റിമുലേറ്റ്സ് ദ സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ടു സൂപ്പർ സ്റ്റാർസ്. They are LH and FSH. Okay. Gonadotropin releasing hormone from the hypothalamus and they move to the pituitary gland through a portal vein, through a portal circulation, and they reaches on anterior lobe of the pituitary gland. I mean adenohypophysis, the pars distalis, and on there they stimulate the synthesis of two hormones LH and FSH. Luteinizing hormone and follicle stimulating hormone. LH means luteinizing hormone. FSH means follicle stimulating hormone. നോക്കൂ, മെയിലില് LHനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ICSH. മെയിലില് LHനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ICSH. What is the expansion of ICSH? Interstitial cells stimulating hormone. Interstitial cells stimulating hormone. ഓക്കെ, അതാണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് ട്യൂബിൻ്റെ ഇടയ്ക്ക് സെമിനിഫറസ് ട്യൂബിൾസിൻ്റെ ഇടയിലായിട്ട് കാണുന്ന സ്പേസിനെ വിളിക്കുന്ന പേരാണ് ഇൻഡസ്ട്രീഷ്യൽ ടിഷ്യൂ. അവിടെ കാണുന്ന സെൽസ് ആണ് ഇൻഡസ്ട്രീഷ്യൽ സെൽസ്. അപ്പോൾ LHന്റെ ഇൻഫ്ലുവൻസ് വരുന്നത് ഇൻഡസ്ട്രീഷ്യൽ സെൽസിലാണ്. ഇൻഡസ്ട്രീഷ്യൽ സെൽസിലാണ്. അത് ഇൻഡസ്ട്രീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദ മെയിൽ ഹോർമോൺ ആൻഡ്രോജൻ. ഓക്കെ, അപ്പോൾ ഈ LH ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ICSH. വാട്ട് ഈസ് എക്സ്പാൻഷൻ ഓഫ് ICSH? ഇൻഡസ്ട്രീഷ്യൽ സെൽസ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ആൻഡ് ദിസ് ഹോർമോൺ move to the interstitial cells where they are able to produce androgen, testosterone. Okay, and androgen in associate with the FSH. Androgen FSH കൂടി ചേർന്നിട്ടാണ് promote spermatogenesis. Okay, androgen FSH കൂടി ചേർന്നിട്ടാണ് they promote spermatogenesis. അതുകൊണ്ട് +1 കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ ആൻഡ്രോജൻ്റെ ഫങ്ഷൻസ് ഒരു 6-7 ഫങ്ഷൻസ് പറയുന്നുണ്ട്. ആ ഫങ്ഷൻസിൽ ഒരു ഫങ്ഷനായിട്ട് പറയുന്നത് സ്പെർമാറ്റോജെനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ആൻഡ്രോജൻ ടുഗദർ വിത്ത് FSH ദേ സ്റ്റിമുലേറ്റ് spermatogenesis. And this FSH, follicle stimulating hormone, their site of action is the Sertoli cells. Their site of action is Sertoli cells. And on Sertoli cells, they are able to produce some factors. Actually, they are the proteins. അപ്പോൾ FSH നേരെ Sertoli സെൽസിലേക്ക് പോയിട്ട് ചില ഫാക്ടേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ചില പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദാറ്റ് ഫാക്ടേഴ്സ് ഹെൽപ്സ് ഇൻ spermiogenesis. So this is about the hormonal control of spermatogenesis. So actually the hormonal control is from the hypothalamus, the master's master hypothalamus, and they are able to produce a very powerful hormone that is GnRH, gonadotropin releasing hormone. And the site of action of this hormone is definitely it is anterior lobe of the pituitary gland. And on anterior lobe of the pituitary gland, I mean adenohypophysis, they are able to stimulate the two type of hormone, that is LH and FSH. Luteinizing hormone and follicle stimulating hormone. Okay, this luteinizing hormone in male, it is otherwise known as ICSH. What is the expansion of ICSH? Interstitial cells stimulating hormone.
Okay, and they move to the interstitial cells where they are able to produce a super hormone, that is androgen. Okay, androgen together with the FSH, they stimulate the spermatogenesis. And what is the special role of FSH, follicle stimulating hormone? And this follicle stimulating hormone is moved to the Sertoli cells, and where they promote spermiogenesis. Where they promote spermiogenesis. Okay. ഇനി നമുക്ക് പറയാനുള്ളത് സ്ട്രക്ചർ ഓഫ് സ്പെർമ, ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനസിസിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ട്രക്ചർ ഓഫ് സ്പെർം. ഓക്കെ, സ്പെർമാറ്റിഡ് എങ്ങനെയാണ് സ്പെർമായിട്ട് മാറുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. നോൺ മോട്ടൈൽ മോട്ടൈലായിട്ട് മാറും. അതുപോലെ തന്നെ ന്യൂക്ലിയസിനെല്ലാം മാറ്റം വരുന്നുണ്ട്. ഗോൾജി അപ്പാരറ്റസ്, അക്രോസോം എന്ന് പറയുന്ന ഒരു പാർട്ടായിട്ട് മാറുന്നു. അതുപോലെ തന്നെ സെൻട്രിയോൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ സ്ട്രക്ചർ ഓഫ് സ്പെർമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങളുടെ എക്സ്പാൻഷനാണ്. നോക്കാം. സ്പെർമിൻ്റെ പ്രത്യേകത, സ്പെർം ഈസ് മൈക്രോസ്കോപ്പിക് ഇൻ സ്ട്രക്ചർ. Microscopic in structure. Sperm microscopic ആണ്. And it has mainly 4 parts. ശ്രദ്ധിച്ചോളൂ, it has mainly 4 parts. സ്പെർമിന് പ്രധാനമായിട്ടും 4 പാർട്സ് ആണ്. It has mainly 4 parts. Anterior head, a head, then neck, then middle piece, then tail. Sperm microscopic in structure, and it has a head, then neck, middle piece, then tail. And overall this area is covered by plasma membrane. Overall this area is covered by plasma membrane. നോക്കാം നമുക്ക് ഡയഗ്രമാറ്റിക് സ്കെച്ചിലേക്ക്. അപ്പോൾ സ്പെർമിന് പ്രധാനമായിട്ടും ഒന്നാമത്തെ ഭാഗം അതിന് ഹെഡ് ഉണ്ട്. ആ ഹെഡിൽ അതിന് പ്രധാനമായിട്ടും ഇറ്റ് ഹാസ് ആൻ ഇലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. And this is actually the head portion, and inside that an elongated haploid nucleus. This is the elongated haploid nucleus. Elongated haploid nucleus. So this is the nucleus, and the anterior portion of the head consists of a cap-like structure. A cap-like structure is called acrosome. അപ്പോൾ ഹെഡിൽ പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന്, ഹെഡിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് ക്രോമസോമൽ മെറ്റീരിയൽ ഉണ്ട്. ന്യൂക്ലിയസിനകത്താണല്ലോ ക്രോമസോമൽ മെറ്റീരിയൽ കാണാം. ആ ന്യൂക്ലിയസ് റൗണ്ട് ഷേപ്ഡ് ന്യൂക്ലിയസ് അല്ല, ഇലോങ്ങേറ്റഡ് ന്യൂക്ലിയസ് ആണ്. ഓക്കെ, ആൻഡ് ദിസ് ഇലോങ്ങേറ്റഡ് ന്യൂക്ലിയസ് ഹാവിങ് ക്രോമസോമൽ മെറ്റീരിയൽ. അപ്പം ന്യൂക്ലിയസിൽ ക്രോമസോമൽ മെറ്റീരിയൽ ഉണ്ട്. ആ ക്രോമസോമൽ മെറ്റീരിയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ക്രോമസോമൽ മെറ്റീരിയൽ എന്താണ് എന്നതൊക്കെ നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിൽ. ക്രോമസോം ഇസ് മേഡ് അപ്പ് ഓഫ് DNA ആൻഡ് protein. So elongated haploid nucleus having chromosomal material. Chromosomal material means DNA and protein, and they have a cap-like structure is called acrosome. നോക്കൂ, സ്പെർമാറ്റിഡിന്റെ ഏത് ഭാഗമാണ് ആക്രോസോമായിട്ട് മാറിയത്? ഗോൾജി ബോഡീസ് ആണ് ആക്രോസോമായിട്ട് മാറിയത്. ആൻഡ് ദിസ് ആക്രോസോം ഈസ് ഫിൽഡ് വിത്ത് enzymes. This acrosome is filled with enzyme. Anterior portion of the head consists of a cap-like structure called acrosome, which is filled with enzyme. For what purpose? To penetrate easily into the cytoplasm of the ovum during fertilization. ഫെർട്ടിലൈസേഷൻ്റെ സമയത്ത് സ്പേമിന് എഗ്ഗിൻ്റെ ഓവത്തിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എൻസൈമിനെ അത് ഹെഡിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ട് നടക്കുന്നത്.
Agrosome is filled with the enzyme which can help easily to penetrate into the cytoplasm of the ovum by breaking the membranes. By breaking the membranes, they can easily penetrate into the cytoplasm of the ovum. Okay, so this is agrosome and this is head, and overall this area is covered by plasma membrane. In the second portion is the neck, and the second part is neck, and this is the area. This is the area for neck, and this neck consists of centriole. This neck consists of centriole, and this neck consists of centriole. There are two centrioles are present. Two centrioles are present. Proximal centriole ഉണ്ട്, distal centriole ഉണ്ട്. Proximal centriole ഉണ്ട്, distal centriole ഉണ്ട്. This is considered as the proximal centriole and this is considered as the distal centriole. And from this distal centriole, an axial filament is arise. From this distal centriole, an axial filament is arise. ഇനി വരുന്ന ഭാഗം മിഡിൽ പീസാണ്, അല്ലെങ്കിൽ മിഡ് പീസാണ്, അല്ലെങ്കിൽ മിഡിൽ പീസാണ് ഇനി വരുന്ന ഭാഗം. നോക്കൂ, and this is considered as the mid piece or middle piece, and here this is the axial filament. This is the axial filament. So axial filaments are originated from distal centriole. ഇനി ഈ മിഡിൽ പീസിൽ ഈ ആക്സിയൽ ഫിലമെന്റിനെ സ്പൈറലി കോയിൽ ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ കാണുന്നു. മിഡിൽ പീസിലെ ഈ ആക്സിയൽ ഫിലമെന്റിനെ സ്പൈറലി കോയിൽ ചെയ്തുകൊണ്ട് ഒരു സ്ട്രക്ചർ കാണുന്നു. സ്പൈറലി കോയിൽ ചെയ്തുകൊണ്ട് സ്ട്രക്ചർ കാണുന്നു. ആൻഡ് ദാറ്റ് സ്ട്രക്ചർ ഈസ് കൺസിഡേർഡ് ആസ് ദി മൈറ്റോകോൺട്രിയ. And this spirally coiled structure is called mitochondria. And this mitochondria provides energy for energy. It is considered as the powerhouse of a cell, and that mitochondria provides energy to the movement of the sperm. Okay, and this area is considered as the head, and this portion is neck, and from here to this portion that is considered as the middle piece. Okay, and middle piece consists of numerous mitochondria, and that mitochondria provide energy for swimming. ഇനി വരുന്ന ഏരിയയാണ് tail, and this tail portion, this is the tail portion, and actually the tail portion that provides energy for simming of the sperm. Okay, spermന്റെ മോട്ടിലിറ്റിക്ക്, സ്പെർമിൻ്റെ സ്വിമ്മിങ്ങിന് ടെയില് പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട്. കാരണം ടെയിലിൻ്റെ 4 ഡയറക്ഷനിലേക്കുള്ള, ടെയിലിൻ്റെ മെയിനായിട്ട് 2 ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻ്റ് ആണ് സ്പെർമിൻ്റെ മോട്ടിലിറ്റിക്ക് സഹായിക്കുന്നത്. സോ ദിസ് ഈസ് ദ ജനറൽ സ്ട്രക്ചർ ഓഫ് എ സ്പെർം. മൈക്രോസ്കോപ്പിക് സ്ട്രക്ചറാണ്. സ്പെർം ഹാപ്ലോയിഡ് ആണ്, സ്പെർം ഫ്ലജല്ലേറ്റഡ് ആണ്. ഈ പോയിന്റ് ആദ്യം തന്നെ മനസ്സിൽ വെക്കണം നിങ്ങൾ. ഒന്നാമത്തേത് അത് മൈക്രോസ്കോപ്പിക് ആണ്, രണ്ടാമത്തേത് അത് ഹാപ്ലോയിഡ് ആണ്, then flagellated ആണ്. Or it has 4 parts. Mainly it has 4 parts: head, neck, middle piece, tail. ഏതൊക്കെയാണ് ഭാഗങ്ങൾ? head, neck, middle piece, tail. And overall the area is covered by plasma membrane. Overall the area is covered by plasma membrane. And first of all we take a head, and this head consists of elongated haploid nucleus having chromosomal material. Head possesses elongated haploid nucleus having chromosomal material, and that chromosomal material means which consists of DNA and protein. Okay, and the anterior portion of the head consists of a cap-like structure called the actosome, which is filled with the enzyme, and that help in the penetration of the sperm into the cytoplasm of the ovum.
Okay, and that help in fertilization. And this is the region of neck where actually the centrioles are located, proximal centriole and also the distal centriole, and this is considered as the middle piece. And this middle piece possesses a spirally coiled filament, a spirally coiled filament around the axial filament, a spirally coiled structure called mitochondria, and that mitochondria considered as the powerhouse. It is considered as the powerhouse because it provides energy for swimming. Okay, and the next portion is mainly the tail, and tail is also helping the swimming of sperm. Okay, then in a single coitus, around 200 to 300 millions of sperms are produced. Around 200 to 300 millions of sperms are produced. Okay, 200 to 300 millions of sperms are produced. ഇനി അതിൽ ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഔട്ട് ഓഫ് ദിസ് 200 to 300 millions of sperm, ഇതൊരു ഇജാക്കുലേഷനിലാണ്, ഒരു സെക്ഷൽ ഇന്റർകോഴ്സിലാണ്, ഒരു കോയിറ്റസിലാണ് 200 to 300 millions of sperm ഉണ്ടാവുന്നത്. ആ 200 to 300 millions of spermൽ നിന്നും 60% sperm നോർമൽ ഷേപ്പ് കാണിക്കണം. 60% spermന് നോർമൽ ഷേപ്പ് വേണം. ആൻഡ് 40% sperm ഷോ vigorous motility. This is the main criteria for fertilization. Very important. Very important. 200 to 300 millions of sperm ഉണ്ടാകും ഒരു സെക്ഷൽ ഇൻട്രാക്ഷൻ, ഒരു സെക്ഷൽ കോയിറ്റസിൽ, ഒരു ഇൻട്രാക്ഷനിൽ 200 to 300 millions of sperm ഉണ്ടാകുന്നു. അതിൽ 60% spermന് നോർമൽ ഷേപ്പ് ആൻഡ് സൈസ് വേണം. 40% of them show vigorous motility. Okay, this is the condition for fertilization. Okay, അങ്ങനെ ആ sperm seminiferous tubules sperm, Sertoli cells release the sperm, then accessory duct വഴി female reproductive system right testis, vasa apparentia, epididymis, vas deferens, അങ്ങനെ uretero-genital duct വഴി the female reproductive system എത്താം. And what do you mean by semen? Semen means seminal plasma along with the sperm. Seminal plasma along with the sperm. Okay, seminal plasma along with the sperm constitutes semen. What is seminal plasma? Seminal plasma means secretions of the accessory reproductive glands. ആരൊക്കെയായിരുന്നു male accessory reproductive glands? Paired seminal vesicle, a prostate and a pair of bulbo-urethral glands. Secretions of all these glands are called seminal plasma, which is rich in fructose, calcium and certain enzymes. മറ്റൊരു വീഡിയോ സെഗ്മെന്റിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ 200 to 300 millions of sperm വേണം. 60% sperm normal shape കാണിക്കണം. 40% sperm vigorous motility കാണിക്കണം. And semen constitute what? The seminal plasma plus sperm. നമ്മൾ insemination പഠിച്ചില്ലേ? Transfer of sperm into female genital tract. Okay. ഇനി sperm എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക? അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ആക്സസറി ഡക്റ്റ് വഴിയാണ്. അപ്പോൾ ആക്സസറി ഡക്റ്റിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ തന്നെ ആക്സസറി ഡക്റ്റിൽ ആരൊക്കെ വരുന്നുണ്ട്? പ്രധാനമായിട്ടും ഒന്ന് എപ്പിഡിഡൈമിസ് ഉണ്ട്, ദെൻ വാസ് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാൻഡുകളുടെ ഭാഗത്ത് നിന്ന് പ്രോസ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെമിനൽ വെസിക്കിൾ ഉണ്ട്. ഈ ആളുകൾക്കൊക്കെ ഡക്റ്റിൻ്റെ ഭാഗമായ എപ്പിഡിഡൈമിസിനും വാസ് ഡിഫറൻസിനും അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ആൻഡ് സെമിനൽ വെസിക്കിൾ ഈ ഗ്ലാൻഡുകൾക്കൊക്കെ തന്നെ അവയുടെ സെക്രീഷൻസ്, ഈ ഗ്ലാൻഡുകളുടെയും അതുപോലെ തന്നെ ഡക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട സെക്രീഷൻസ് ദേ ഗിവ് മെച്ചുറേഷൻ ആൻഡ് മോട്ടിലിറ്റി ടു ദിസ് sperm. And this parts secretions they provide maturation
and motility to sperm. Maturation and motility to the sperm. And these are considered as the secondary sex organ. Secondary sex organs in the secretions, they provide maturation and motility to the sperm. Okay, sperm in the maturation of the factors. Temperature is a very, very important factor. Temperature is a very, very important factor. Their count, sperm in the count, sperm in the viability, pH. ഇതെല്ലാം സ്പെർമിനെ ബാധിക്കും. pH-ൽ ഉണ്ടാകുന്ന മാറ്റം, ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന മാറ്റം, അതുപോലെ തന്നെ കൗണ്ട്, സൈസ്, ഷേപ്പ്, ഇതെല്ലാം സ്പെർമിൻ്റെ മെച്ചുറേഷനെയും മോട്ടിലിറ്റിയെയും ബാധിക്കുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിനെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ട് സെക്രീഷൻസ് ഓഫ് ദ എപ്പിഡൈമിസ്, സെക്രീഷൻസ് ഓഫ് ദി vas deferens, prostate and seminal vesicle, they promote the maturation and motility to the sperm. Okay, ഇനി ഈ ഭാഗങ്ങൾ ആരെ കൺട്രോൾ ചെയ്യുന്നത്? ഈ എപ്പിഡൈമിസിൻ്റെയും വാസ് ഡിഫറൻസിൻ്റെയും പ്രോസ്റ്റേറ്റിൻ്റെയും സെമിനൽ വെസിക്കിളിൻ്റെയും ഒക്കെ തന്നെ ആക്സസറി റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ, സെക്കൻഡറി സെക്സ് ഓർഗൻസിൻ്റെ ഫങ്ഷൻസിനെ ആരാ കൺട്രോൾ ചെയ്യുന്നത്? ദാറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദി സൂപ്പർ സ്റ്റാർ, ദാറ്റ് ഈസ് ദി ആൻഡ്രോജൻ. ആൻഡ്രോജൻ, അതാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത്. കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആൻഡ്രോജൻ്റെ ഫങ്ഷൻസ് പഠിക്കണം. ഓക്കെ, the proper functioning and the proper development of the secondary sex organs are controlled by the testicular hormones called androgen. Okay, this is about the final section of spermatogenesis, the topic spermatogenesis. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഒന്നാമത്തേത് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനസിസും, ഇനിയൊന്ന് സ്ട്രക്ചർ ഓഫ് സ്പെർം. ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനസിസ്, there is a significant increase in the level of GnRH at the time of puberty. GnRH is a hormone produced by hypothalamus, and the level of GnRH is increases at the time of puberty, and this hormone is moved to the anterior lobe of the pituitary gland, where it is able to produce two hormones, LH and FSH. In male, LH is called ICSH. What is the expansion of ICSH? Interstitial cell stimulating hormone, and this LH is moved to interstitial cells and stimulate the production of androgen, and that androgen bind with in associate with FSH to promote spermatogenesis. And the site of action of FSH is on Sertoli cells, where they are able to produce the process spermiogenesis. Okay, and what actually the structure of sperm? It is microscopic in structure, it is haploid, nucleated, flagellated, and it has mainly 4 parts: head, neck, middle piece and tail. Overall the area is covered by plasma membrane. Head consists of elongated haploid nucleus having chromosomal material, I mean DNA and protein, and anterior portion consists of a cap-like structure called acrosome, which is filled with enzyme that help in fertilization, and this is the neck having proximal and distal centriole. From here axial filament is arise. Around the axial filament there is a spirally coiled sheet called mitochondria that provide the energy for swimming, and finally the tail. A coitus having 200 to 300 millions of sperm, having out of this 200 to 300 millions of sperm, 60% sperm have normal shape and size, and 40% of them show vigorous motility. And 7 means seminal plasma plus sperm. Secretions of this epidermis, vas deferens, prostate, seminal vesicle, and they help in maturation and motility to the sperm. And secretions of and the proper functioning of these secondary sex organs are controlled by the special hormone, that is androgen. Okay, ഇതോടുകൂടി നമ്മൾ ഗമറ്റോജെനസിസിലെ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നിർത്തുകയാണ്. ഇനി നമുക്ക് oogenesis ആണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോ സെഗ്മെന്റിൽ നമുക്ക് oogenesisന്റെ പാർട്സുകളെല്ലാം തന്നെ ആ പ്രോസസ്സിൽ ഓവുലേഷനും അതുപോലെ തന്നെ സ്പെർമാറ്റോജെനസിസും oogenesisum തമ്മിലുള്ള ഡിഫറൻസ് എല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ.